നമ്മൾ കല്യാണത്തിന് ഈ താലി കൊണ്ടുവരുന്നത് എപ്പോഴും പയ്യൻ്റെ സൈഡിൽ നിന്നാണ്. താലിയും താലി ചെറുടും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നായിരിക്കും എപ്പോഴും നമ്മൾ കല്യാണം ബുക്ക് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇത് ഇപ്പോഴല്ല, എനിക്ക് ഒരു 3 വർഷത്തിന് മുമ്പ് നടന്നു പോവാം. അപ്പം താലിയും താലിയുടെ ചെറുടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പയ്യൻ കൊണ്ടുവരും. ഇതാണ് നമ്മളുടെ ഒരു ഡീല്. സമയമായപ്പം അവർ കല്യാണത്തിന് എല്ലാവരും കയറി, ഇവർ താലി ബോക്സും ബാഗിനകത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ സ്റ്റേജിനകത്ത് കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ബോക്സിനകത്തും താലി എടുക്കണം എന്ന് ഓർത്തത്. ഒരു ബോക്സ് തുറന്ന് താലി മാത്രമേ ഉള്ളൂ, ചരടില്ല. അതായത് ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ താലികെട്ടിലേക്ക് മുഹൂർത്തത്തിലേക്ക് പോവുക. എടുത്തു കഴിഞ്ഞപ്പോഴാണ് ചരടില്ല എന്ന് മനസ്സിലായത്. ചരട് ഇവർ മേടിക്കാൻ മറന്നുപോയി. ഇവിടെ കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. തലയുടെ കൂടെ ചരട് വരുന്നതാണ്. നിന്നിട്ട് നമ്മൾ ചരട് ഇവിടെ നിൽപ്പിക്കാനാ, കാരണം ഒരു മഞ്ഞ ചരടാണ് സാധാരണ വേണ്ടത്. കറുത്തചരട് അങ്ങനെ കിട്ടാറുമില്ല. അപ്പം നിന്നിപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കും. അപ്പം സ്റ്റേജിൽ നമ്മൾ 2 കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ അവരില്ല ഇതിനകത്ത് കൂടെ പറഞ്ഞു പണി പാളിയിട്ടുണ്ടെന്ന് തോന്നുന്നത്, സാധനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മുടെ അവിടെ ഈ പറഞ്ഞ ലൈറ്റിൻ്റെ കൂടെ വന്ന ഒരു പയ്യൻ്റെ കയ്യിൽ ഇങ്ങനെ ചരട് ഇല്ല, അമ്പലത്തിൽ നിന്ന് പൂവിച്ച ചരടുണ്ട്. അതൊരു മഞ്ഞയല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ചരടാണ്. ആൾക്കാർക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് അങ്ങനെ കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ കണ്ടപ്പോൾ ഓക്കെ, അടുത്ത് താലികെട്ട് കഴിഞ്ഞു. പക്ഷെ ആ ഒരു മിനിറ്റിൽ നമ്മൾ അടിച്ചൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രോഗ്രാമിനും നമ്മൾ ഈ പറഞ്ഞ 2-3 ചരട് വെച്ച് കയ്യിലുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ചരടൊക്കെ ഞങ്ങൾ കൊണ്ടുവരും, കുഴപ്പമില്ല, ഇരിക്കും, ആവശ്യം വന്നാലും.